ഡേവിസ് മാത്യു സാർ ഇവിടെ പരിചയപ്പെടുത്തി. ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ ബിസിനസ് അവസരം കേൾക്കാനിടയായത്. അപ്പൊ ഞാൻ നിലവില് ഡേവിസ് മാത്യു സാറിന്റെ ടീമില് പാല സ്വദേശി തന്നെയാണ്. ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് എന്റെ വാർഡില് ഉള്ള ചിലരൊക്കെ ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിനായിട്ട് എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പൊ ഇതെന്താണ് എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാൻ ഇതെന്താന്ന് മനസ്സിലാക്കിയിട്ട് പഠിച്ചിട്ട് വരുമോ ഇല്ലയോ എന്ന് പറയാം എന്ന് പറഞ്ഞ് അവരെ വിടുവാണ് ചെയ്തത്. അപ്പൊ ഉടനെ ആള് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. പുള്ളി ഉടനെ പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഒരു നോട്ടീസ് എടുത്തുകൊണ്ടുവന്ന് എന്നെ കാണിക്കുകയും ആ നോട്ടീസ് കണ്ട് വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു, എനിക്ക് പരിചയമുള്ള എന്റെ കൂടെ ബ്ലോക്കിലുണ്ടായിരുന്ന ഒരു മെമ്പർ ഉൾപ്പെടെ പങ്കെടുത്ത ഒരു ഹോം ഷോപ്പിയുടെ നോട്ടീസായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഉണ്ണികൃഷ്ണൻ അവിടെ നിൽക്കുക, ഞാൻ ഈ ആളെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, റാണി ധൈര്യമായിട്ട് പങ്കെടുത്തു, ഒരു കുഴപ്പമില്ല, ഞാനും പങ്കെടുത്തതാണ്, ഇവിടെ എന്റെ വാർഡിൽ നടന്നതാണ്, നല്ലതാണ് എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിന് ഏൽക്കുകയും അങ്ങനെ ആദ്യ ഹോം ഷോപ്പ് ഉദ്ഘാടനത്തിൽ പോയി. തിരക്കായിരുന്നുകൊണ്ട് തന്നെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ തന്നെയും എന്തോ നല്ലൊരു സംഭവമാണെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് സിജി ജോസ് സാർ, അനിൽ മാഷ് ഉൾപ്പെടെ ഡേവിസ് മാത്യു സാർ, അരുൺ സാർ, ഇവരെല്ലാവരും ആ ഹോം ഷോപ്പിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഉണ്ണികൃഷ്ണന്റെ കെയർ ഓഫില് വേറെ ആൾക്കാര് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരികയും അങ്ങനെ വീണ്ടും ഹോം ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എന്നെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നാലാമത്തെ ഹോം ഷോപ്പ് ഉദ്ഘാടനമായിരുന്നു എന്റെ അപ്പിലേനായ ജോജോ സാറിന്റെ വീട്ടില്. അങ്ങനെ ആ ഹോം ഷോപ്പ് ഒരു ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുള്ള സമയത്തായിരുന്നു. ഞാൻ ഏതായാലും ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ മാറി മാറി ഓരോരുത്തരും ഈ പ്രോഡക്റ്റ് എടുക്കുകയും വീട്ടിൽ ഹോം ഷോപ്പ് നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്താണെന്നൊന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ എന്റെ അപ്പിലേനായ ജോജോ സാറിന്റെ വീട്ടിലെ POP പ്രസന്റേഷൻ ഉൾപ്പെടെ ഞാൻ ആ പ്രോഗ്രാം മുഴുവൻ അത് കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്താണേലും സംഭവം നല്ല സംഭവം തന്നെയാണ്. ഒരു സൈഡ് വരുമാനമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇതിനകത്ത് കൂടുവാണെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം വരുമാനം ലഭിക്കും. അങ്ങനെയുള്ള ഒരു നല്ല ഒരു ബിസിനസ് അവസരമാണല്ലോ എന്ന് മനസ്സിൽ തോന്നുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ജോജോ സാറ് ഡേവിസ് മാത്യു സാറിനെയും കൂട്ടി എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ വന്ന് ഈ വിവരങ്ങൾ പറഞ്ഞു. അപ്പം സാറ് എനിക്ക് തോന്നുന്നത് തായ്ലൻഡ്, ദുബായ് ഏതോ ഒരു കോണ്ടസ്റ്റിന്റെ സമയമാണ്. ആ ജോജോ സാറിന് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹം കൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നപ്പോ എന്നോട് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ ഏതായാലും ജോജോ സാറിന് വേണ്ടി കൂടെ ഹെൽപ്പ് ആകൂല്ലോ എന്നോർത്ത് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആ തിരക്കിനിടയ്ക്ക് എനിക്ക് പ്രോഡക്റ്റ് വിൽക്കാനോ ഒക്കെ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജോജോ സാറിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ പ്രോഡക്റ്റ് എടുക്കാം, എനിക്ക് എത്രമാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് എനിക്ക് സമയത്തിന്റെ കുറവ് കൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പം ജോജോ സാറോടെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഡേവ് സാർ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ, ആരെയും പ്രോഡക്റ്റ് ഇട്ടേച്ച് പോകുന്ന പരിപാടിയൊന്നുമില്ല, ഞങ്ങളൊക്കെ കൂടെയുണ്ട്, മാഡം ധൈര്യമായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 50,000 രൂപയുടെ ഹോം ഷോപ്പ് പ്രോഡക്റ്റ് എടുക്കുകയും വീട്ടിൽ വെച്ച് നല്ല രീതിയിൽ ഹോം ഷോപ്പ് ഉദ്ഘാടനം നടത്തി. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ അന്ന് വന്നു. ഇവിടെ ഞങ്ങൾ കോൺവെന്റിൽ നിന്നുള്ള മദർ ഉൾപ്പെടെ സിസ്റ്റേഴ്സ് ഒക്കെ പങ്കെടുത്തിരുന്നു. അവരൊക്കെ വന്ന ഈ ബിസിനസ് അവസരം കേൾക്കുക, ഈ പ്രോഡക്റ്റിനെ കുറിച്ച്, ബിസിനസ് അവസരമല്ല പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറെ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്തു. അപ്പൊ എനിക്ക് ഒന്നും കൂടി ആത്മവിശ്വാസം വന്നു. അതോടൊപ്പം തന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. എന്റെ 2 മക്കൾക്കും റെഡ് മീറ്റ് അലർജി ഉണ്ടായിരുന്നു. അങ്ങനെ റെഡ് മീറ്റ് അലർജി ആയിട്ട് വീട്ടിൽ ചിക്കൻ മാത്രം മേടിക്കാവുന്ന ഒരവസ്ഥ. പിള്ളേര് കൂട്ടാതെ നമുക്ക് പേരൻസിനെ മേടിച്ചു കൂട്ടാൻ തോന്നത്തില്ലല്ലോ അവർക്ക് കൊടുക്കാതെ. അതുകൊണ്ട് തന്നെ ഞാൻ ആ ചിക്കൻ മാത്രം മേടിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരവസരത്തില് ആണ് ഈ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്താൽ ഈ അലർജിക്ക് മാറ്റം ഉണ്ടാകും എന്ന് കേട്ടുകൊണ്ട് ഡേവിഡ് സാറൊക്കെ പറഞ്ഞതനുസരിച്ച് ഞാൻ ബ്ലഡ് പ്യൂരിഫയർ മേടിച്ച് മക്കൾക്ക് 2 പേർക്കും കൊടുത്തു. ആദ്യം പിള്ളേര് വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും വരുന്ന ക്രിസ്മസിന് നിങ്ങള് മീറ്റ് കൂട്ടണമെങ്കിൽ ഇത് കഴിക്കണം, എന്നായാലും ചിക്കൻ മേടിക്കല, മറ്റ് മീറ്റുകളെ മേടിക്കുള്ളൂ എന്ന് നിർബന്ധം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിള്ളേർ 2 പേരും ഉപയോഗിച്ചു.
കൃത്യം ഒരു മാസം, അതായത് 3 ബോട്ടിൽ ആണ് രണ്ടുപേരും ഉപയോഗിച്ചത്. മൂത്ത മോൻ ഇവിടെയല്ല, അവന് ആ സമയത്ത് വയനാടായിരുന്നു. അപ്പൊ അവന് ഞാൻ കൂടുതൽ കൊടുത്തു വിട്ടായിരുന്നു. കൂടെയുള്ള മോന് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവര് രണ്ടുപേരും 3 ബോട്ടിൽ വീതം ഉപയോഗിച്ചു. അന്നേരത്തേനും ക്രിസ്മസ് ആയി. ക്രിസ്മസിന് ഞാൻ ചിക്കൻ മേടിച്ചില്ല, മറ്റു മീറ്റുകൾ മേടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു. രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അതോടെ എനിക്ക് വലിയ ആത്മവിശ്വാസമായി. മക്കൾക്ക് രണ്ടുപേർക്കും കൊടുത്ത് വലിയ റിസൾട്ട് ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അത് ഇവരെ സംബന്ധിച്ച് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പോർക്കായാലും ബീഫായാലും മട്ടൺ ആയാലും കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ദേഹം ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിച്ച് നീര് വെച്ച്, അതോടൊപ്പം നല്ല പനി, ശ്വാസമുട്ടല് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ പേടിച്ച് കൊച്ചിനെ എടുത്തോണ്ട് ഓടുന്ന ഒരവസ്ഥ ഹോസ്പിറ്റലിലേക്ക്. ആ ഒരു അവസ്ഥയിൽ ആദ്യം 3-4 തവണ അങ്ങനെയൊക്കെ വന്നു. അതിനുശേഷം ഇത് അലർജിയാണെന്ന് മനസ്സിലാക്കുകയും ഈ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ ബ്ലഡ് പ്യൂരിഫയർ കൊടുത്ത് വലിയ റിസൾട്ട് കിട്ടിയത്. അതോടുകൂടി ഞാൻ ഇതിനോടുള്ള എന്റെ വിശ്വാസം, ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എന്റെ വിശ്വാസം വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സമയത്താണ് ഡേസ് മാത്യു സാർ ഇവിടെ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ആയുഷ് കോൺക്ലേവ് എന്ന പ്രോഗ്രാം നടക്കുന്നത്. അത് നിലവില് പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണ്, പിന്നെ പഞ്ചായത്തിന് കീഴിൽ വരുന്ന ആയുർവേദ ഡോക്ടർ ഉൾപ്പെടെ ഹോമിയോ ഡോക്ടർ ഒക്കെ വിളിച്ചുള്ള ഒരു വലിയ ഇന്റർനാഷണൽ പ്രോഗ്രാം ആയിരുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് ഉള്ള പ്രോഗ്രാം ആയിരുന്നു. അതിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അങ്ങനെ ആ പ്രോഗ്രാമിലും കൂടെ പങ്കെടുത്തതിന് ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ തന്നെയാണ് അന്ന് അവിടെ, അതുപോലെ ശൈലജ ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. ആ പ്രോഗ്രാം എല്ലാം കൂടി ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടെ ഉറച്ച് തീരുമാനിച്ചു, ഇത് എന്ത് വന്നാലും വിട്ട് കളയല. ഇത്ര തിരക്കുണ്ടെങ്കിലും ഈ ബിസിനസ് അവസരം എന്തിനോട് കൂടെ സൈഡായിട്ട് കൊണ്ടുപോവുകയും ഈ പ്രോഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, കാരണം ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ സ്ഥാനത്ത് ഇരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് മറ്റുള്ളവരെ സംബന്ധിച്ച് ആരോഗ്യം കൂടെ നേടിക്കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പുണ്യം കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഞാനൊരു നേഴ്സല്ല, ഡോക്ടറല്ല, ഫാർമസിസ്റ്റ് അല്ല, ഇതൊന്നുമല്ല. എങ്കിൽ തന്നെയും ഈ പ്രോഡക്റ്റുകൾ കൊടുത്ത് മറ്റു ഒരു വ്യക്തിക്ക്, ആരെങ്കിലും ആട്ടെ ആരാണെങ്കിൽ തന്നെ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഒരു ദിവസം തിരക്കിട്ട് ചോറ് കഞ്ഞി വെച്ച് തടയിലോട്ട് ഇടുകയും, ഞാൻ തിരക്കിലായിരുന്നു, ഫോൺ വിളിച്ചോണ്ടായിരുന്നു ഇത് ചെയ്തത്. എന്റെ കയ്യിൽ നിന്ന് കലം തെന്നിപ്പോയി, എന്റെ വയറ്റിലോട്ട് അരയ്ക്ക് താഴോട്ടെല്ലാം കൂടെ ആയിട്ട് ഈ ചോറ് കഞ്ഞിയായിട്ട് തന്നെ വീണു. പെട്ടെന്ന് എന്ത് ചെയ്യും, പെട്ടെന്ന് പേടിച്ചു പോകില്ല ആരാണേലും. ചൂടുള്ള അടുപ്പ് സ്റ്റൗവിൽ നിങ്ങൾ വാങ്ങി നേരെ തടയിലോട്ട് ഇട്ടതാ. ഉടനെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ഓടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരു ഹോസ്പിറ്റലും പോയില്ല, എനിക്ക് ആ വൂണ്ട് ഹീലിംഗ് ഒന്ന് എടുത്ത് തന്നാ മതി എന്ന് പറഞ്ഞ് പെട്ടെന്ന് വൂണ്ട് ഹീലിംഗ് എടുത്ത് തൂത്തു. ആ ഒരു ദിവസം മാത്രം ഞാൻ ആ വൂണ്ട് ഹീലിംഗ് ഒക്കെ തൂത്ത് വീട്ടിൽ റെസ്റ്റ് എടുത്തിരുന്നു. എന്തൊക്കെ ഒരു സ്വല്പം പോലും എന്റെ ദേഹത്ത് ഒരിടത്തും പൊള്ളിയില്ല. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എന്റെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് മറ്റ് പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു വലിയ റിസൾട്ട് എനിക്ക് നേരിട്ടും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിൽ തന്നെയുള്ളൊരു കൊച്ച്, അവർക്ക് PCOD ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. നേഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ വന്ന് പീരിയഡ്സ് ഇല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് അവള് മാറി. അവൾ ആദ്യം ഒളിച്ചു വെച്ച് ആരോടും പറഞ്ഞിരുന്നില്ല. അങ്ങനെ കൂടുതൽ പ്രശ്നങ്ങളിലോട്ടായി കഴിഞ്ഞപ്പോഴാണ് അവള് പഠിക്കുന്ന ഹോസ്പിറ്റലിൽ പറയുകയും, അതുപോലെ അവിടെ വേറെ ഡോക്ടർമാരെ ഒക്കെ കണ്ടു. അപ്പൊ അവരൊക്കെ ഇവിടെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയും ചെയ്ത്, നീ ഭക്ഷണം കഴിക്കുക ഒഴിവാക്കണം, ശരീരം മെലിയണം, വേറെ മാർഗമൊന്നുമില്ല, മരുന്ന് തന്നു കഴിഞ്ഞാൽ അതിന് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ നിനക്ക് വന്ധ്യത ഉൾപ്പെടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇവള് വളരെ സങ്കടപ്പെട്ട് അവളുടെ വീട്ടിലേക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം അവര് പെട്ടെന്ന് അവധി എടുത്ത് പോരാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അമ്മ എന്നെ വിളിച്ചു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, എന്നാ ചെയ്യുന്നേ അവളെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്നേരം ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിക്കൊക്കെയാണ് ഇവിടെ വന്ന പാലായിലും പരിസരത്തൊക്കെ ആയിട്ട് വിവിധ ഹോസ്പിറ്റലുകളിൽ പോയപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഇവിടുന്ന് കിട്ടിയത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ എന്താ ചെയ്യണ്ടെന്നൊരു സങ്കടത്തോടു കൂടി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാനൊരു കോമ്പിനേഷൻ ആയിട്ട് കുറച്ച് പ്രോഡക്റ്റ് തരാം,
അതൊന്ന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അന്നേരം ചേച്ചി അവൾ ഉപയോഗിക്കുമോ ക്രീ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടെ കൊടുക്ക്, അവൾ ഉപയോഗിക്കുന്നതേ ഞാൻ തരാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഉപയോഗിച്ചോളാന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞാന് വുമൺ കമ്പാനീന് സൈക്ലോവ, ബ്ലഡ് പ്യൂരിഫയർ, ന്യൂട്രിലൈഫ് ഒക്കെ കൂടെ 3 മാസത്തേനുള്ളത് ഒന്നിച്ചെടുത്ത് അവളോട് പറഞ്ഞു, നീ നാളെ തന്നെ ഹോസ്പിറ്റലിലോട്ട് പൊക്കോണം, പോയി ജോലി പ്രവേശിക്കണം. ഈ പ്രോഡക്റ്റ് ഇന്നു മുതൽ നീ കഴിക്കാൻ തുടങ്ങുക. അത് മുടക്കിയേക്കരുത്. കൃത്യമായിട്ട് രാവിലെയും വൈകിട്ടും കഴിക്കുകയും അതുപോലെ വെള്ളം കുടിക്കുക എന്നുള്ളത് 1 ലിറ്റർ വെള്ളം എത്ര തിരക്കാണേലും അതിൻ്റെ ഇടയ്ക്ക് നീ കുടിച്ചോണം എന്നും പറഞ്ഞ് കൊടുത്തു വിട്ടു. അവള് അതനുസരിച്ച് തന്നെ ഈ പ്രോഡക്റ്റുമായിട്ട് പോയി. മൈസൂറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവള് മൈസൂർക്ക് പോയി. ഏതായാലും 3 മാസം മുഴുവൻ ഉപയോഗിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ അവൾക്ക് നോർമലായിട്ട് പീരിയഡ്സ് കാര്യങ്ങളെല്ലാം ആയി. ഒരു കുഴപ്പമില്ലാതെ അവള് പഠിച്ചിറങ്ങി. ഇപ്പം ബോംബെയിൽ അംബാനി ഹോസ്പിറ്റലിൽ അവള് ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ പഠിച്ചിറങ്ങി ഉടനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒത്തിരി റിസൾട്ടുകളാണ് നമ്മളെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പീരിയഡ് സംബന്ധമായ വിഷമങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ കോമ്പിനേഷനിലെ പ്രോഡക്റ്റുകൾ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഡെങ്കിപ്പനി പിടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. അത് സാധാരണ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ല, ആരുമില്ല, ഒരു സ്ത്രീ തന്നെ താമസിക്കുന്നതാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. നാട്ടുകാരുടെയൊക്കെ സഹകരണം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ചേച്ചിയാണ്. ഡെങ്കിപ്പനി വന്ന് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. കൗണ്ട് വളരെ താഴ്ന്നു. 60,000 വരെയൊക്കെയായി. 1,00,000 താഴ്ന്നാൽ അഡ്മിറ്റ് ആകണം എന്ന് പറഞ്ഞു. അന്നേരം ഞാനുമായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ചേച്ചിയുടെ പേര് മേരി ചേച്ചി, ഒരു കാര്യം ചെയ്യ്, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ചു പോരെ, നാളെ അഡ്മിറ്റ് ആകാന്ന് പറഞ്ഞേച്ച് പോരാൻ പറഞ്ഞു. വീട്ടിൽ ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ പോയതാണല്ലോ. അങ്ങോട്ട് എന്നാ ഞാൻ വരാറാണെന്ന് പറഞ്ഞു. ഞാൻ എന്റെ മോന്റെ കയ്യിൽ അന്നേരം തന്നെ ഈ പറഞ്ഞ 95 കൊടുത്തു വിട്ടു. അത് ഉടനെ അന്നേരം ഒന്ന് കഴിക്കാൻ പറഞ്ഞു. വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ കഴിക്കാൻ പറഞ്ഞു. രാവിലെ ഏൽക്കുമ്പോഴും അതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് 10 മണിക്കായിട്ട് ഒന്നുകൂടെ ഈ ഓരോ സാഷ പാക്കറ്റ് ഗ്ലാസ്സിൽ പൊട്ടിച്ചൊടിച്ച് ബാക്കി വെള്ളം ഒഴിച്ച് സിപ്പ് ചെയ്ത് പയ്യെ കുടിക്കാൻ പറഞ്ഞു. ഏതായാലും ആ ചേച്ചി അതുപോലെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് അന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഭയങ്കര അതിശയം പറയുക, ഇത് എങ്ങനെയാണ് ഇന്നലെ അത്രയും കുറഞ്ഞ്. ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അഡ്മിറ്റ് ആകാതെ തിരിച്ചു പോകുന്നത്. എന്നിട്ട് പിറ്റേ ദിവസം ചെന്നപ്പം കൗണ്ട് 1,00,000 എടുത്തായി. അത് ഭയങ്കര റിസൾട്ട്. അവൻ പറഞ്ഞു, ഇനി എന്നായാലും ഇത്രയും കൂടുന്ന സ്ഥിതിക്ക് നിങ്ങൾ അഡ്മിറ്റ് ആകണ്ട, വീട്ടിലോട്ട് തന്നെ പോക്കോ, എന്താണോ ചെയ്തത് അത് ചെയ്തോളാൻ പറഞ്ഞ് ഹോസ്പിറ്റലിലെ മരുന്നും കൊടുത്ത് വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒരു വലിയ റിസൾട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലത്തൊക്കെ ഇഷ്ടംപോലെ റിസൾട്ടുകളുണ്ട് നമ്മുടെ കവചപ്രാശത്തിന്റെ ഒക്കെ. അതിലോട്ടൊന്നും സമയം പോകുന്നതുകൊണ്ട് കൂടുതലായിട്ട് കിടക്കുന്നില്ല. പിന്നെ എന്റെ ബ്രദറിന്റെ ഒരു റിസൾട്ട് ഉണ്ട്, അതും കൂടെ പറയാം. എന്റെ ബ്രദറിന് മുരിങ്ങ ആയിട്ട് ബന്ധപ്പെട്ട് മുരിങ്ങയില, മുരിങ്ങക്കായ ഇങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ല. ഒരു സാമ്പാറിനകത്ത് പോലും ഒരു മുരിങ്ങക്കായെങ്കിലും ഉണ്ടെങ്കിൽ ആ സാമ്പാർ കൂട്ടിക്കഴിഞ്ഞാല് ദേഹത്ത് ചൊറിച്ചിലും അസ്വസ്ഥതയുമായിട്ട് ദേഹത്തൂടെ അവിടത്തൂടെ അങ്ങനെ ഒരു ഇതുണ്ടായിരാത്ത ഒരവസ്ഥയാണ്. ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ പോലും ഒരു മുരിങ്ങക്കായതിനകത്ത് ഇടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഇരുന്ന അവസരത്തിൽ ഈ ബ്ലഡ് പ്യൂരിഫയർ ഞാൻ കൊടുത്തു. ഏതായാലും ഉപയോഗിച്ചു. ഇപ്പം മുരിങ്ങയിലയോ മുരിങ്ങക്കായോ എന്തും മുരിങ്ങയായിട്ട് ബന്ധപ്പെട്ട് എന്തും ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ വലിയ റിസൾട്ട് അത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിന് പലർക്കും ചാമ്പി തൈലം കൊടുത്ത് വളരെ നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഇവിടെയുള്ള ഒരു ഗവൺമെന്റിലെ സിസ്റ്റർ ഹിന്ദി അധ്യാപികയായിരുന്നു. SLC പരീക്ഷയുടെ സമയം സിസ്റ്ററിന് ഭയങ്കരമായിട്ട് കിഡ്നി സ്റ്റോൺ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ. അതിന് മുമ്പൊക്കെ ഈ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർ ഈ കല്ലുരുക്കി പറമ്പിൽ കൂടെ തപ്പിക്കൊണ്ട് നടന്ന് അതൊക്കെ പറിച്ച് എന്തൊക്കെ ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. ഏതായാലും എക്സാം ആണ്, ഇൻസ്പെക്ഷന് പോകണം, ഡ്യൂട്ടി ഉണ്ട്, പോകാതിരിക്കാൻ പറ്റത്തില്ല. രാവിലെ പള്ളി പോലും കുർബാന മുഴുവൻ കൂടാതെ തിരിച്ചു വന്ന് ടോയ്ലറ്റിലും ഒക്കെ കയറി ഇറങ്ങി നിൽക്കുന്ന ഇടയ്ക്കാണ് എന്നെ വിളിക്കുന്നത്. എന്റെ റാണി ഇന്നാളം പറഞ്ഞു എന്തോ ഇതുണ്ടല്ലോ, അതെനിക്കൊന്ന് തന്നെ, എനിക്ക് ഒരു രക്ഷയില്ല, എക്സാം
എക്സാമിനും പോകേണ്ടതാണ്, ആകെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടാ വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു സിസ്റ്റർ ആശ്വസിക്ക്, ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തു വിടാം എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ യൂറിഫ്ലഷിന്റെ സിറപ്പും ക്യാപ്സ്യൂളും ആയിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ കൊടുത്തപ്പോ സിസ്റ്റിനെ സംബന്ധിച്ച് ഷുഗർ പേഷ്യന്റ് ആണ്, അത്യാവശ്യ അസുഖങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു ബോട്ടില് സിറപ്പും 3 ബോട്ടില് ക്യാപ്സ്യൂളും എടുത്തോണ്ടാണ് പോയത്. ഞാൻ പറഞ്ഞു സിസ്റ്ററെ തരാം, പക്ഷെ ഒന്ന് കഴിച്ച് ഇപ്പം കഴിച്ച് നിർത്തുന്നുണ്ടെങ്കിൽ തരികയല്ല, 3 മാസം കഴിക്കാവുന്ന രീതിക്ക് ഞാൻ തരും. അത് അങ്ങനെയുണ്ട്, എന്റെ റാണി എന്തേലും വേണേലും കഴിക്കാൻ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടേ കൊടുത്തു. ആ സിസ്റ്റർ കിട്ടിയ വഴി കഴിച്ചു. ഈ പറഞ്ഞ പോലെ ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് അതുപോലെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എക്സാമിന് പോണതിന് മുമ്പ് തന്നെ 2 തവണ സിറപ്പും ക്യാപ്സ്യൂളും ഒക്കെ എടുത്ത് കഴിച്ചു. എന്നായാലും സിസ്റ്ററിന് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടി. അങ്ങനെ എക്സാമിനും എല്ലാം പോയി. അങ്ങനെ വലിയ ഒരു റിസൾട്ട് സിസ്റ്റർ അതും പിന്നീട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു. നിലവില് സിസ്റ്ററിന്റെ സ്റ്റോണൊക്കെ പോയി. അങ്ങനെ വളരെ സന്തോഷവതിയായിട്ട് സിസ്റ്റർ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ ഒത്തിരി റിസൾട്ടുകളുണ്ട്. സമയം വേറെയായി, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പിന്നെ ഈ ബിസിനസ് അവസരത്തിൽ വന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടേറെ സ്ഥലങ്ങൾ കാണാനും പോകാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. ഇപ്പം ഹൈദരാബാദിന് ഞാൻ 2 തവണ പോകാൻ ഈ ബിസിനസ്സിലൂടെ സാധിച്ചു. അതുപോലെ ഗോവയ്ക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫ്ലൈറ്റിനാണെന്നുള്ളത് പ്രത്യേകം ഓർക്കണം. നമ്മുടെ ടീമുകളെയും കൂട്ടി നമുക്ക് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നാറ്. അതുപോലെ തന്നെ കമ്പനിയുടെ തായ്ലൻഡ് കോൺടെസ്റ്റ് വിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു തായ്ലൻഡ് കോൺടെസ്റ്റോടെ വിൻ ചെയ്തു. അങ്ങനെ 2 തവണ തായ്ലൻഡ് പോകാൻ പറ്റി. പിന്നെ കഴിഞ്ഞ ആഴ്ച മലേഷ്യക്കും പോകാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ഈ ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നേടാൻ നമുക്ക് ഈ ബിസിനസ് അവസരത്തിലൂടെ സാധിക്കും. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം ദൈവം ഈ സൃഷ്ടിച്ചിരിക്കുന്ന മനോഹരമായ ഭൂമിയെ വിവിധ ഭാഗങ്ങൾ, വിവിധ രാജ്യങ്ങൾ കാണാനും ആ ഭംഗികൾ ആസ്വദിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുക എന്നുള്ളത് അധികം ആർക്കും കിട്ടുന്നതല്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരത്തിൽ വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതൊക്കെ സാധിച്ചത്. കഴിഞ്ഞ ദിവസം മലേഷ്യയിൽ പോയപ്പോഴാണെങ്കിൽ അവർക്ക് അവിടെ എന്തെല്ലാം സംഭവങ്ങൾ, അജന്റി ഹൈലാൻഡ് ഫസ്റ്റ് വേൾഡ് ഹോട്ടൽ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോട്ടല്, അതായത് 7351 റൂമുകളുള്ള ഹോട്ടൽ, അവിടെയൊക്കെ പോകാൻ സാധിച്ചു. കോലാലംപൂര് ഈ പറഞ്ഞ പോലെ 90 മീറ്റർ നീളമുള്ള, അതായത് KLCC അണ്ടർ വാട്ടർ ടണലിലൂടെ യാത്ര ചെയ്യാൻ സാധിച്ചു. ഒട്ടേറെ മീനുകള് ഇങ്ങനെയുള്ള ഇതെല്ലാമായിട്ട് അതെല്ലാം കാണാനൊക്കെയുള്ള ഭാഗ്യം നമുക്കുണ്ടായി. അതുപോലെ തന്നെ ചിൻ ടവർ, കെയൽ ടവർ, പിന്നെ ഇൻഡിപെൻഡൻസ് സ്ക്വയറില് ഇവിടെ എല്ലാം പോകാൻ സാധിച്ചു. അതുപോലെ ജെന്റി ഹൈലാൻഡ്, അതൊരു വലിയ നമുക്കൊരു അനുഭവമായിരുന്നു. കേബിൾ കാറിലൂടെയുള്ള യാത്ര, അത് 3-4 കിലോമീറ്ററോളം ദൂരം കേബിൾ കാറിലൂടെ വളരെ ഉയരത്തില് കേബിൾ കാറിലൂടെ സഞ്ചരിക്കാനൊക്കെ സാധിച്ചു. ഇതെല്ലാം വലിയ അനുഭവങ്ങളായിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഇത് എന്തിനാ ഇവിടെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ മീറ്റിംഗ് കൂടുന്ന എല്ലാവരെയും സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒട്ടേറെ അവസരങ്ങൾ നമുക്ക് ഈ ബിസിനസ് അവസരത്തിൽ വന്ന് പങ്കെടുക്കുന്നത്, ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നതിലൂടെ നമുക്ക് ലഭിക്കും. നമുക്ക് പണം എത്രമാത്രം ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊരു യാത്രയൊക്കെ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് ആരും പോകത്തില്ല. അപ്പൊ ടീം അംഗങ്ങളോട് കൂടി നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ കൂടെ വളരെ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെ ലീഡേഴ്സ് നമ്മൾക്ക് ഒരു കുറവും വരാതെ നമ്മളെ കാത്ത് വളരെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് വിടുന്നു. ഇതൊക്കെ ഒരു വലിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇതിനൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ പ്രോഡക്റ്റ് എല്ലാം പരമാവധി കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുക, കൃത്യമായിട്ട് ഉപയോഗിക്കുക. നമുക്ക് ആയുർവേദ മരുന്നുകളും മേടിച്ചു കഴിഞ്ഞാൽ ഒട്ടേറെ പഥ്യം നമ്മളോട് പറയാറുണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരുവിധ പഥ്യവും ഇല്ല. മാത്രമല്ല ആകെ പറയുന്ന ഒരു കാര്യം 3 ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധമായതൊക്കെ പോകണമെങ്കിൽ യൂറിനിൽ കൂടെയൊക്കെ വേണം പോകാൻ. കൂടുതലും യൂറിനിൽ കൂടെ തന്നെയാണ് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം മാക്സിമം കുടിക്കുക. ജിജി മാഡം ആദ്യം പറഞ്ഞതുപോലെ തന്നെ വേനൽക്കാലമാണ്, അതുകൊണ്ട് 3 ലിറ്റർ എന്ന പരിധി വെക്കണമെന്നില്ല.
മാക്സിമം വെള്ളം കുടിക്കാം, ഉള്ളവര് കുടിക്കുക. പിന്നെ കിഡ്നിക്കൊക്കെ അങ്ങനെ കംപ്ലൈന്റ് ഉള്ളവര് മാത്രം ആ ഡോക്ടർ പറയുന്നതനുസരിക്കുക. അല്ലാത്തവരെല്ലാവരും മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് ഈ പ്രോഡക്റ്റ് ഭംഗിയായിട്ട് ഉപയോഗിക്കുക. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ്. പാല റോയൽ ബിസിനസ് ഗ്രൂപ്പിന്റെ ഡേസ് മാത്യു സാറിന്റെ ടീമിൽ വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഏതായാലും ശക്തമായിട്ട് ഇനിയും ഈ ബിസിനസ് അവസരവുമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ടീം അംഗങ്ങൾ ഒന്നിച്ച്, എന്റെ ടീം അംഗങ്ങളിൽ എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഇനി വളരെ ശക്തമായിട്ട് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ മീറ്റിംഗ് അവസരം പറയാൻ ക്ഷണിച്ച ഡേവിസ് മാത്യു സാറിന് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും.